ബാങ്ക് ജോലി സ്ട്രെസ്ഫുൾ ആണോ? ഹോം പോസ്റ്റിംഗ് അവൈലബിൾ ആണോ? ബാങ്കിന്റെ ട്രാൻസ്ഫർ പോളിസീസ് എങ്ങനെയാണ്? ആഫ്റ്റർ മാരേജ് ഒരു ഫീമെയിൽ ബാങ്കറിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും? ഒരു ബാങ്കറിന്റെ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ്? ബാങ്ക് ജോലി സേഫ് ആണോ? നമ്മുടെ ലൈഫിൽ നമ്മൾ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യണോ, ബാങ്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സൊസൈറ്റി ആയാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോടായാലും കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലേ? അതായത് നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണോ പോകുന്നത്? അതേപോലെ പോസ്റ്റിംഗ് ഒക്കെ എവിടെയായിരിക്കും? നമുക്ക് ഹോം പോസ്റ്റിംഗ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ ഫീമെയിൽസ് ആണെങ്കിൽ അവർക്ക് നാച്ചുറലി വരും, ഒരു കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്കും എന്തായാലും കല്യാണം കഴിയും. അപ്പോ അവർക്ക് ഹസ്ബൻഡിന്റെ ജോലിക്കനുസരിച്ച് ട്രാൻസ്ഫർ അവൈലബിൾ ആണോ? ഒരു ലൈഫ് എങ്ങനെയായിരിക്കും? വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയായിരിക്കും? ഒരു വർക്കിംഗ് കൾച്ചർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് ആയിരിക്കുമോ ഞങ്ങൾക്ക് കിട്ടുക? ഇങ്ങനെയുള്ള കുറേ കൺസേൺസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കൺസേൺസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളായിരിക്കും, അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന, സൊസൈറ്റി കംപ്ലീറ്റ് നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാങ്കിങ് ജോലി സ്ട്രെസ്ഫുൾ ആണോ എന്നുള്ളത്. അതെ, സ്ട്രെസ് ഇല്ലാത്ത ഒരു ജോലി പറയാമോ? അങ്ങനെ നെവർ എക്സിസ്റ്റിംഗ് എന്ന് പറയേണ്ടി വരും. യെസ്, നമ്മളിപ്പം ഒരു ഹോട്ടൽ ജോലി നോക്കിയാൽ പോലും നമ്മളിപ്പോ രാത്രി 11 മണിക്ക് ഫുഡ് കഴിക്കാൻ പോയാലും അവിടെ എല്ലാം എന്തുണ്ട്? എംപ്ലോയീസ് ഉണ്ട്. രാത്രി 11 മണിക്ക് പോയാലും രാവിലെ 7 മണിക്ക് പോയാലും സെയിം ആൾക്കാരുണ്ട്. അതേപോലെ നമ്മളിപ്പം ഫിലിം ഫീൽഡ് നമ്മൾ പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ഉണ്ട് അല്ലെ? അവരുടെയൊക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് അവര് ആ ഒരു ഫിലിം ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ടൈം കാത്തിരുന്നിട്ടാണ് അല്ലെ മിസ്സേ? നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോയാൽ നമുക്ക് ചുറ്റിലുമുള്ള എല്ലാരെയും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്ന ജോലി, ആ ജോലി അർഹിക്കുന്ന സ്ട്രെസ്സും അതിന്റെ എല്ലാ കാര്യങ്ങളും അതിനുണ്ട്. അപ്പോൾ ഇന്ന ജോലിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, ചിലപ്പോൾ ബാങ്ക് ജോലിക്ക് സ്ട്രെസ് എന്ന് ആൾക്കാർ പറയാൻ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ബാങ്ക് ജോലിക്ക് സ്ട്രെസ് ആണെന്ന് എടുത്തു പറയാൻ കാരണം ചിലപ്പോൾ പൈസ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോ എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ അതിന്റെ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ബാങ്കിങ് നമ്മൾ മെച്ചുവേർഡ് ആയി ചിന്തിക്കുന്ന സമയത്ത് ബാങ്ക് പൈസ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒന്നും കൂടി ഒരു പേടിയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ അതിന്റെ സിസ്റ്റംസും ഒക്കെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ മനസ്സാണ് അല്ലെ? ഇതെല്ലാം കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം ആദ്യം ഉണ്ടായത് നമ്മൾ ഒരാളുടെ മനസ്സിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിന് അത്രത്തോളം പവർ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീടുള്ളൊരു സംശയമായിരിക്കും, ഈ പോസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും? കാരണം റൂറൽ ഏരിയയിലായിരിക്കുമോ, അർബൻ ഏരിയയിലായിരിക്കുമോ, ഇനി സെമി അർബനിൽ കിട്ടുമോ? നമ്മുടെ പോസ്റ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മൊത്തത്തിലുള്ളൊരു കൺസേൺ ആണ്. അതെ, ഇപ്പൊ നമ്മള് ക്ലർക്ക് എക്സാം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് വൈസ് ആണ് വേക്കൻസീസ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റിലേക്കായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ലാംഗ്വേജ് അറിയാവുന്ന സ്റ്റേറ്റിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാം. പക്ഷെ PO വരുമ്പോഴത്തേക്കിന്, അത് SBA PO ആണെങ്കിലും IBPS PO ആണെങ്കിലും പാൻ ഇന്ത്യ ജോബ് ആണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റിംഗ്. RRB മിസ് വിട്ടുപോയി. RRB ആണെങ്കിലും സ്റ്റേറ്റ് വൈസ് ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് ആണെങ്കിലും നമുക്ക് സ്റ്റേറ്റ് വൈസ് ആണ് വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്റ്റേറ്റിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം മനസ്സിൽ വരും, എനിക്ക് എന്റെ ഹോം ടൗൺ കിട്ടുമോ? എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കൺസേൺ ആണ്. യെസ്, അപ്പൊ കിട്ടില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? വേക്കൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഈ ബ്രാഞ്ചസ് ഒക്കെ ഓരോ ഡിമാൻഡ് വെക്കുന്നുണ്ടായിരിക്കും. മീൻസ് അവിടെ ഇത്ര ക്ലർക്ക് വേണം, അല്ലെങ്കിൽ ഇത്ര ഓഫീസേഴ്സ് വേണം. അതായത് അവിടെ എത്രത്തോളം ബിസിനസ് വരുന്നുണ്ട്, അതേപോലെ മാൻ പവറും അവിടെ വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഹോം ടൗൺ കിട്ടുക, അല്ലെങ്കിൽ കുറച്ച് ദൂരത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അത് നമുക്ക് കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വേക്കൻസി ആൻഡ് ദി ഡിമാൻഡ്. കാരണം നമ്മുടെ കംഫർട്ട് സ്റ്റേറ്റിൽ നിന്ന് കുറെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊന്നും ഒരിക്കലും IBPS ആയാലും SBA ആയാലും RRB ആയാലും ഒന്നും നമ്മളടുത്ത് ചിന്തിക്കുന്നില്ല. അവർക്ക് നമ്മളടുത്ത് യാതൊരു ശത്രുതയില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഡിമാൻഡിനെയും വേക്കൻസിനെയും ഒക്കെ അനുസരിച്ചുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ മോസ്റ്റ്ലി നമുക്ക് കിട്ടാനാണ് ചാൻസ്. അതൊക്കെ പിന്നെ ഓരോ ഭാഗ്യവും അതൊക്കെ പോലെ ഇരിക്കും. അത് നമ്മള് അങ്ങനെ കിട്ടില്ല, ഞാൻ ഹോം ടൗണിൽ മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ, അങ്ങനെ നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ എന്തായാലും ഈ ഒരു കരിയറിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം നമ്മളുടെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ആഗ്രഹം. പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇതും കൂടെ കിട്ടിയാൽ നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോ ഒരു നിങ്ങൾ പ്രിഫർ ചെയ്യാത്തൊരു സ്ഥലത്ത് കിട്ടി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. ട്രാൻസ്ഫർ അവൈലബിൾ ആണ്.
പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇനിയിപ്പോ ഈ റൂറൽ പോസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നമുക്കുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്, അതേപോലെ അർബനിൽ കിട്ടുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെയും രണ്ട് പോസ്റ്റിംഗിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു റൂറൽ ഏരിയയിലെ പോസ്റ്റിംഗ് എടുക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്, റൂറൽ ഏരിയയിൽ നമുക്ക് ആരൊക്കെയാണ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, സാധാരണ ആൾക്കാരായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ക്ലറിക്കൽ പോസ്റ്റിനൊക്കെയാണ്, നിങ്ങൾ റൂറൽ ഏരിയ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണ് അവിടെ ചെയ്യുന്നതെങ്കിൽ ഒരു 5 മണിയോടൊക്കെ തന്നെ നിങ്ങൾ ഫ്രീ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ചുറ്റിലുള്ള ബാങ്ക് ഒക്കെ കറക്റ്റ് വർക്കിംഗ് ടൈമിൽ ഓൺ ആവുകയും പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് പൂട്ടി എല്ലാവരും വീട്ടിൽ. ഇപ്പം ഓഫീസർ പോസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു 6 മണി വരെയൊക്കെ മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലേക്ക് പോകാനായിട്ടൊക്കെ പറ്റും. അപ്പോഴത്തേക്കും നിങ്ങൾ ഫ്രീ ആവും. പക്ഷെ നിങ്ങൾ അത് ആലോചിച്ച് നോക്കുക, അത് കഴിഞ്ഞ് നമുക്ക് സാലറി ഉണ്ട്, നമ്മുടെ ലൈഫൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഇവിടെ നമ്മൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ ഭയങ്കര കുറവായിരിക്കും. ഇനിയിപ്പോ നമ്മൾ അർബൻ ഏരിയയിലാണ് നമ്മളുടെ പോസ്റ്റിംഗ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ഇതേപോലെ പെട്ടെന്ന് 5 മണിക്കോ 6 മണിക്കോ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവിടെ ടാസ്ക് കുറച്ച് കൂടുതലാണ്, അതേപോലെ തന്നെ ബിസിനസ്സും കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വർക്ക് ലോഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്കൊരു എൻജോയ്മെന്റിനുള്ള ഒരു ഫാക്ടേഴ്സ് അവിടെ കൂടുതലായിരിക്കും. ഇപ്പം അത്യാവശ്യം അർബൻ ഏരിയ ഒക്കെ ആണെങ്കിൽ മോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ കാണും. നമുക്ക് അപ്പുറത്ത് എൻജോയ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഭയങ്കര കൂടുതലാണ് അർബൻ ഏരിയ ആവുന്ന സമയത്ത്. പക്ഷെ റൂറൽ ഏരിയയിൽ നമുക്ക് അത്രയും കിട്ടണം എന്നില്ല. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അർബൻ ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ ഭയങ്കര സ്ട്രെസ്ഫുൾ ജോലിയാണെങ്കിലും ആ സ്ട്രെസ് ബേസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് സ്പേസും ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ ആ ഒരു പോസ്റ്റിംഗിന്റെ ഡിഫറൻസ് നമുക്ക് പറയാം. നമ്മളിപ്പോ അർബൻ ഏരിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി ഉറപ്പായിട്ടും, കാരണം നമുക്ക് കിട്ടുന്ന സിറ്റി അനുസരിച്ചിട്ട് തന്നെ സാലറിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ മുംബൈ പോലെ ഒരു മെട്രോ സിറ്റിയിലാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ SBI ഒക്കെ ഏറ്റവും കൂടുതൽ സാലറി വരിക മുംബൈ മെട്രോ സിറ്റിയിലാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ അവര് റെഡിയാണ്. ശരി, കാരണം ലിവിംഗ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ എപ്പോഴും ബാങ്ക് സാധാരണ എക്സാമുകളെ കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയിയുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ട് വെക്കുകയാണ് ബാങ്കിങ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ ഇവർ ഈ വീഡിയോ കാണുന്നത്, കാരണം അവരതിലേക്ക് പോകാനാണല്ലോ ശരിക്കും ആഗ്രഹിക്കുക. അപ്പൊ പോസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നതാണ്. അപ്പൊ ഈ പോസ്റ്റിംഗ് നമ്മൾ ഹോം പോസ്റ്റിംഗ് പറഞ്ഞല്ലോ, അങ്ങനെ ആവുന്ന സമയത്ത് ഫീമെയിൽസിനെ മാത്രമാണോ ഈ ഹോം പോസ്റ്റിംഗിന് കൺസിഡർ ചെയ്യുക, അങ്ങനെ ഒരു ഇത് ഉണ്ടാവുമോ? ഇല്ല, ബോയ്സിനും ഹോം പോസ്റ്റിംഗ് കിട്ടാം. രണ്ടുപേരും ബാങ്ക് ഈക്വലി തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഫീമെയിൽസിന് കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കും. പക്ഷെ എന്ന് കരുതി ബോയ്സിന് ഹോം പോസ്റ്റിംഗ് കിട്ടില്ല എന്നൊന്നും ഇല്ല. പക്ഷെ ഇതിന്റെ എല്ലാം പ്രൈമറി കൺസേൺ അല്ലെങ്കിൽ പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വേക്കൻസിയും അതേപോലെ തന്നെ ബാങ്ക് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, ഏത് പോസ്റ്റാണ് കൂടുതലും ബാങ്ക് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നീട് നമ്മൾ ഈ പോസ്റ്റിംഗിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ്, പെൺകുട്ടികളുടെ കാര്യത്തിൽ മെയിൻലി ഉള്ളൊരു കൺസേൺ ആണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയായിരിക്കും, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഉള്ള സ്ഥലത്തേക്ക് കിട്ടുമോ, അതൊക്കെ എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ബാങ്കിന്റെ ട്രാൻസ്ഫർ പോളിസീസ് ഒക്കെ എങ്ങനെയാണ്. ശരിക്കും നമുക്കൊരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുക 6 മാസം 1 വർഷം അതിനനുസരിച്ചിട്ടാണ്. അത് ഓരോ ബാങ്കിനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യും. ഇപ്പൊ ഫീമെയിൽ എംപ്ലോയിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിന്റെ കാര്യമാണോ നമ്മൾ പറയുന്നത്, അപ്പൊ നമുക്ക് ഫീമെയിൽ എംപ്ലോയിന്റെ പെർസ്പെക്റ്റീവിൽ പറയാം. മെയിൽ എംപ്ലോയിന്റെ ആരുടെ എടുത്താലും കണക്കാണ്, എന്നാലും നമുക്ക് ഫീമെയിൽ എംപ്ലോയിന്റെ പെർസ്പെക്റ്റീവ് പറയാം. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയാണ്, അല്ലെങ്കിൽ സെയിം ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലുള്ള എംപ്ലോയി ആണ് എങ്കിലൊക്കെ സെയിം ബാങ്ക് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആണ്, കുറച്ചും കൂടി ഈസിയാണ് ഈ ട്രാൻസ്ഫർ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ചാൻസസ് അപ്പോൾ വളരെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഒരേ ബാങ്ക് ആയിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ പോളിസീസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ വേറെ ബാങ്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം രണ്ടു വശവും ചിന്തിക്കുമല്ലോ. അപ്പൊ അവിടുന്ന് പറയും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലൂ, അവിടുന്ന് പറയും അവിടുന്ന് ഇങ്ങോട്ട് വരൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ട്രാൻസ്ഫറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും പോസ്റ്റിന് അവിടെ ഒഴിവുണ്ടാവണം, അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരണം. ഇങ്ങനെ ഒരു ഒഴിവ് വേക്കൻസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നമ്മള് ബാങ്കിന്റെ കാര്യത്തിൽ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മള് കാര്യം നേരത്തെ കൊടുത്തിട്ടുള്ളവരുണ്ടോ, നമ്മളുടെ ടേൺ എപ്പോ വരും, ഈ വക കാര്യങ്ങളുണ്ട്. മിസ് ഓൾറെഡി പറഞ്ഞല്ലോ 6 മന്ത് കൂടുമ്പോഴാണ് 6 മന്ത് ആവുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെക്കാൾ മുന്നേ ജോലിയിൽ കയറിയിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോ നമ്മളെ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സെയിം ബാങ്കിങ് സെക്ടറാ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ വേറെ ബിസിനസ് ആണ് അങ്ങനെയെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും. ഡിഫിക്കൽട്ടി എന്നല്ല നമ്മൾ പറയാൻ പറ്റുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒഴിവുണ്ട്.
നമുക്ക് അങ്ങോട്ടേക്ക് നമുക്ക് വേക്കൻസി ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫീമെയിൽ ഗ്രാജുവേറ്റിന്റെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഈ ബാങ്ക് ജോലി തെരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളത്, പ്രിവിലേജ് വല്ലതും കിട്ടുമോ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ ആരുടെ മുന്നിലില്ല, ബാങ്കിന്റെ മുന്നിലില്ല. പക്ഷെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ പോലെ തന്നെ നമുക്ക് മാരേജിന് ശേഷമുള്ള നമുക്ക് മെറ്റേണിറ്റി ലീവ് 6 മാസം കിട്ടാറുണ്ട്. അത് നമുക്ക് വിത്ത് സാലറി ആണ്. ഇനി അതിനുശേഷം നമുക്ക് കുട്ടികളുടെ കൂടെ തന്നെ 2 കൊല്ലം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് സാലറിയും എന്ത് ചെയ്യാവുന്നതാണ്, ലീവ് എടുക്കാവുന്നതാണ്. അത് ബാങ്കിൽ മാത്രമല്ല ബാക്കി വേറെ ഏത് സെക്ടറിലെ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ ബാങ്കിന് മാത്രമുള്ള കാര്യമല്ല, അത് എല്ലാത്തിനും ഉള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ബാങ്ക് ജോലിയല്ല കൺസിഡർ ചെയ്യുന്നത്, വേറെ ഏത് ജോലി കൺസിഡർ ചെയ്താലും സെയിം ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ബാങ്ക് ജോലിക്ക് മാത്രമായിട്ട് സ്ത്രീകൾക്ക് ഇന്ന ബെനിഫിറ്റ് എന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ ഇല്ല. ബാങ്ക് ജോലി ഇപ്പൊ സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും എല്ലാവർക്കും സെയിം സാലറി ആണ്. ഇനി നിങ്ങൾക്ക് സാലറി എക്സ്ട്രാ കിട്ടുന്നത് പലപ്പോഴും നിങ്ങൾ ഏത് സിറ്റിയാണ് അതൊക്കെ അനുസരിച്ചാണ്. അത് നമുക്ക് എന്ത് കിട്ടുന്നോ അത് പുരുഷന്മാർക്ക് കിട്ടുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന അലവൻസസ് അത് ഭയങ്കര കൂടുതലാണ് ബാങ്ക് ജോലി വെച്ച് നോക്കുമ്പോൾ. അത് സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല, നമുക്ക് കിട്ടുന്ന അലവൻസസ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പൊ ഇതെല്ലാം തന്നെ സ്ത്രീക്കും പുരുഷനും സെയിം ആണ്. സോ ബാങ്കിന്റെ മുന്നിൽ ഓൾ ആർ ഈക്വൽ. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ബാങ്കർ ആവണമെന്ന് ചിന്തിക്കുന്ന ആസ്പിറൻസിന്റെ എല്ലാം മനസ്സിലുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ വീഡിയോയുടെ ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. അവരുടെ മനസ്സിൽ പ്രൈമറി ആയിട്ട് വരുന്ന കൺസേൺസ് എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം ശരിക്കും നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ഓം ശാന്തി ഓശാനയിലെ ഡയലോഗ് നമുക്ക് ഓർമ്മിക്കേണ്ടി വരും. അതിന്റെ പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ജോലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി നിങ്ങൾക്ക് ഏറ്റവും എൻജോയബിൾ ആയി ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ അതായത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം, അല്ലെ? ആ ജോലി കിട്ടിക്കഴിഞ്ഞ് നല്ലൊരു ലൈഫ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണം. പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.